165 മീറ്റർ നീളം, 20 ഡെക്കുകൾ, 8,000-ഓളം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷി. ഇരുപത് നിലകൾ, 40 റെസ്റ്റോറന്റുകൾ, 7 നീന്തൽക്കുളങ്ങൾ, 55 അടി ഉയരമുള്ള വെള്ളച്ചാട്ടം. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് സീസ് കിഴക്കൻ കരീബിയയിലേക്ക് യാത്ര തുടങ്ങി. ഒരാഴ്ച നീളുന്ന യാത്രയ്ക്ക് മുറികളുടെ സൗകര്യം അനുസരിച്ച് 3 ലക്ഷം രൂപ മുതൽ ചിലവ് വരും. അമേരിക്കൻ കമ്പനിയായ റോയൽ കരീബിയൻ ഗ്രൂപ്പിന്റേതാണ് കപ്പൽ. $200 കോടി നിർമ്മാണ ചിലവ്. LNG-യിൽ പ്രവർത്തിക്കുന്ന കപ്പൽ മീഥെയ്ൻ വാതകം പുറത്തുവിടുമെന്ന ആശങ്കയും പരിസ്ഥിതിവാദികൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. രാഹുൽ ജിനാഥ് നമ്മുടെ കൂടെയുണ്ട്. രാഹുൽ, കടൽ അത് എപ്പോഴും നമുക്ക് അത്ഭുതമാണ്. അതേപോലെ തന്നെയാണ് അതിൽ കൂടി പോകുന്ന ബോട്ടുകളായാലും കപ്പലായാലും അത്രത്തോളം വലിയ അത്ഭുതം നമുക്ക് തരുന്നുണ്ട്. അവിടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഡംബര കപ്പലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. എന്തൊക്കെയാണ് അതിനകത്തുള്ള സൗകര്യങ്ങൾ, എന്തൊക്കെയാണ് പ്രത്യേകത, ഒപ്പം എങ്ങനെ നമുക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ സാധിക്കും? അതെ, തീർച്ചയായും ഈ പറയുന്നത് പോലെ പ്രത്യേകതകൾ മാത്രമുള്ള ഒരു കപ്പൽ എന്ന ഐക്കൺ ഓഫ് സീസിനെ വേണം വിശേഷിപ്പിക്കാൻ. കാരണം ഒന്ന്, ഈ നിർമ്മാണ ചെലവ് മുതൽ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ കൗതുകവും പിന്നെ ഒരു അത്ഭുതവും ഒക്കെ നമുക്ക് തോന്നും. കാരണം അത്രമാത്രം നിർമ്മാണ ചെലവുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ, ആഡംബര സൗകര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്ന തലക്കെട്ട് പറയുന്നത് പോലെ തന്നെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അതിനകത്ത് ഇനി വേറെ എന്താ പറയാ, വേറെ ഈ കപ്പലുകളില്ല, അല്ലെങ്കിൽ വേറെ മാതൃകകളില്ല. കാരണം ടൈറ്റാനിക്കിനെ ൊക്കെ വലിയ സംഭരണ ശേഷിയുള്ള ആളുകളെ വഹിക്കാൻ കഴിയുന്ന കപ്പലാണ്. ഇപ്പൊ നമ്മൾ ഈ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ 20ഓളം മുറികളുണ്ട്, 47 റെസ്റ്റോറന്റുകളുണ്ട്, 8,000-ഓളം ആളുകളെ കൊണ്ടുപോകാൻ കഴിയുന്നു. അതുകൂടാതെ വെള്ളച്ചാട്ടം പോലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഈ ടിക്കറ്റുകൾ ഈ പറയുന്ന പോലെ ആദ്യ യാത്ര ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഈ കപ്പല് അത് മിയാമിയിൽ നിന്ന് കിഴക്കൻ കരീബിയൻ ദേശങ്ങളിലേക്കാണ്, ആ പ്രദേശങ്ങളിലേക്കാണ് യാത്ര പോകുന്നത്. യാത്ര പോകുമ്പോൾ ആൾക്കാർക്ക് ടിക്കറ്റ് റിസർവ് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ശരാശരി സൗകര്യമുള്ള മുറികളിൽ ഒരാഴ്ച താമസിക്കാൻ ഇന്ത്യൻ രൂപ 3 ലക്ഷം രൂപ വേണം. ഇനി സ്പെഷ്യൽ സ്യൂട്ട് ആണെങ്കിൽ 83 ലക്ഷം രൂപയോളം ഈ കപ്പലിൽ താമസിക്കാൻ വേണം. കാഴ്ചകളും ഈ പറയുന്ന പോലെ എന്താ പറയുക, അവിടെ ഒരു സമാന്തരമായുള്ള ഈ പറയുന്ന ഈ എന്താ പറയുക ചെടികളും വൃക്ഷങ്ങളും ഒക്കെയുള്ള സമാന്തരമായ ഒരു പരിസ്ഥിതി പോലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇനി ഈ ആദ്യ യാത്ര തുടങ്ങിക്കഴിഞ്ഞു, അതിനുശേഷം അതിന്റെ വിശേഷങ്ങളും ദൃശ്യങ്ങളും നമുക്ക് കൂടുതൽ കാണാൻ കഴിയുമെന്നുള്ളത്. തീർച്ചയായും രാഹുൽ.